അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കയറി ഇനി ഇതാ മുകളിലോട്ടാണ് കയറാനുള്ളത്. കല്ലൊക്കെ കൊണ്ടുവരുന്ന പാടുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ പണിക്ക് കല്ലൊക്കെ കൊണ്ടുവരുന്നത്. അവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കല്ലിപ്പോൾ താഴെ പോകുന്നവൻ പേടിച്ചു പോയി. അവൻ അവിടെ നിന്ന് അത്ര കഷ്ടപ്പെട്ടാണ് ആ കല്ല് കൊണ്ടുവന്നത്. അപ്പോൾ കണ്ടോ, വീണ്ടും കല്ലിങ്ങനെ കൊണ്ടുവരുന്നു. നമുക്കൊരു ബാഗ് കൊണ്ടുനടക്കാൻ അവരിങ്ങനെ കരിങ്കല്ലാണ് കൊണ്ടുവരും. അങ്ങോട്ടെല്ലാം പണി നടക്കുകയാണ്. അങ്ങ് ഈ മല മുകളിൽ കയറി പോണം. ഇവിടെ എല്ലാം നല്ല മഞ്ഞായിട്ട് കിടക്കുക. ഈ വഴി ഇങ്ങനെ കയറി വന്നു. ഇനി ഇതാ മുകളിലോട്ട് കയറി പോകണം. മുകളിലോട്ട് കയറുന്നതോറും നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. മുകളിലോട്ട് ഇങ്ങനെ കിടക്കണം. വഴിയെല്ലാം പണി നടക്കുന്നതുകൊണ്ട് വഴിയെല്ലാം ഇളക്കിയിട്ടിരിക്കുകയാണ്. മൊത്തം പാറ പൊട്ടിച്ച് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങനെ കിടക്കുകയാണ്, എല്ലാം പാറ ഇളക്കിയിട്ടിരിക്കുകയാണ്. അങ്ങ് മുകളിൽ കാണുന്ന സ്ഥലത്തോട്ട് ഇനി കയറണം നമ്മൾ. ഇപ്പോഴും കയറി വന്ന വഴിയൊന്നും അത്ര നല്ല വഴിയല്ല. ഈ ഐസെല്ലാം മരത്തിൽ നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം കല്ലെല്ലാം ഇങ്ങനെ ചറുക്കണ പരുവത്തിലാണ്. കറക്റ്റ് വഴിയില്ല. എല്ലാം വലിയ കല്ലും കാര്യങ്ങളാണ് ഇവിടെ. ഇതിങ്ങനെ മുകളിലോട്ട് കിടക്കുകയാണ്. നമ്മൾ വന്നത് അങ്ങ് താഴെ, അതവിടുന്ന് അങ്ങ് നദിയിൽ അവിടെ നിന്ന് കറങ്ങി ഇതിലേ കൂടെ കയറി ഇനി മുകളിലോട്ട് ഇനി വീണ്ടും നടക്കണം. അങ്ങനെ ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ട്. അയ്യോ, ഇങ്ങോട്ടുള്ള വഴി ഇങ്ങനെയൊക്കെയാണ്. അങ്ങ് താഴേന്നേ നടന്നിങ്ങ് മുകളിൽ കയറി കുറേ ഇനി ഇതാ അങ്ങനെ കിടക്കുകയാണ് കയറാൻ വേണ്ടി. ഇവിടെയൊക്കെ നല്ല കൊക്കയാണ് താഴെ. ഇവിടെയൊക്കെ നല്ല വലിയ കുഴികളാണ്. തല ഇറങ്ങിയിട്ട് വീഴുന്നാൽ പോയി. നീതാ ഇങ്ങനെ മുകളിലോട്ട് താഴെയൊക്കെ ഐസ്.
നേരത്തെ വന്നൊരു വഴിയിലിരുന്ന് ഓറഞ്ചൊക്കെ കഴിക്കുന്നു. അങ്ങ് താഴെ നിന്നാണ് വന്നത്. ഇങ്ങനെ അങ്ങോട്ട് മലകളാണ്. പിന്നെ ആ വഴി മുകളിലോട്ട് പോകണം. അവരൊരു ഓറഞ്ച് തരാമെന്ന് പറഞ്ഞു. എന്തായാലും താങ്ക് യു. അങ്ങനെ അവരൊരു ഓറഞ്ച് തന്നു. അത് കഴിച്ചിട്ട് മുകളിലോട്ട് പോയില്ലേ. അവരൊരു ഓറഞ്ചൊക്കെ തന്ന് അതിൻ്റെ പകുതി കഴിച്ച് പകുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് കഴിക്കാം. ഇന്ന് കുറച്ച് കിടക്കുമ്പം തന്നെ ക്ഷീണമാവണുണ്ട്. ഇങ്ങനെ മുകളിലോട്ട് നടക്കാനുണ്ട്. ഇവിടെയൊക്കെ മഞ്ഞ്. ഇങ്ങനെ യാക്കിൻ്റെ പുറത്ത് സാധനങ്ങൾ വെച്ച് കെട്ടിക്കൊണ്ട് വരുന്നുണ്ട്. നാലേക്കും അതിൻ്റെ ഒരാളും കൂടെ ഉണ്ട്. ഇത്രയും പാട് കിട്ടുകയാണെങ്കിൽ ചേട്ടായി സാധനങ്ങൾ മുകളിൽ കൊണ്ടുപോകണത്. ചുമ്മാ അല്ല, അവിടെ എത്തുമ്പോൾ നമ്മൾ കഴിക്കാൻ വാങ്ങണ സാധനങ്ങൾക്കൊക്കെ പൈസ കൂടുന്നത്. ഇതുപോലെ കുറേശ്ശെ സാധനങ്ങൾ ചുമന്ന് അവിടെ എത്തിക്കുക. തലച്ചമടും യാക്കിൻ്റെ പുറത്തും കുതിരപ്പുറത്തും കഴുതയുടെ പുറത്തും ഒക്കെയാണ് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് നാംചയിൽ സാധനങ്ങൾക്ക് റേറ്റ് കൂടുതൽ. ഇനിയിങ്ങനെ മുകളിലോട്ട് കിടക്കുകയാണ് വഴി. നാംചയിലോട്ടുള്ള കയറ്റം ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. കാലൊക്കെ വിറച്ച് തുടങ്ങണം. കാലൊക്കെ വിറച്ച് തുടങ്ങണം. കയറാനൊക്കെ പാടുകയാണ്. ഇനിയും മുകളിലോട്ട് കുറേ ഉണ്ട് കയറാൻ. ഇതാണ് വന്ന വഴി. താഴെ കാണാം. ഇങ്ങനെ മുകളിലോട്ട് പോകാനുണ്ട്. ഇവിടെ എല്ലാം മഞ്ഞാണ്. ചെറുതായിട്ട് ഇന്നലെ പെയ്തത് വെയിലടിച്ച് ഉരുവി വരണതേ ഉള്ളൂ. ഇങ്ങനെ കിടക്കുകയാണ്. ഒന്നും ആയില്ല. ഇങ്ങനെ മുകളിലോട്ട്
കൈയൊക്കെ കുഴഞ്ഞു പോണം. മുകളിൽ നിന്ന് താഴേന്ന് കഴുതപ്പുറത്ത് സാധനങ്ങളിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് മുകളിലോട്ടാണ് പോകേണ്ട വീണ്ടും. ഈ വഴിയെല്ലാം ഇങ്ങനെ നടന്ന് ഇതിലിവിടെ കയറി വരുമ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടൊരു ചെറിയ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ആദ്യം എവറസ്റ്റ് വ്യൂ വരുന്നത് ഇവിടെയാണ്. ഇതിൽ നമുക്ക് അതാ ഇപ്പോൾ കാണാം, ചെറുതായിട്ട് എവറസ്റ്റ് വ്യൂ കാണാൻ പറ്റും. എവറസ്റ്റിൻ്റെ ഫസ്റ്റ് കാഴ്ച കാണുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ ബാത്റൂം സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. വേസ്റ്റ് ഇടാനുള്ളതും ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം എവറസ്റ്റ് വ്യൂ ഇവിടെ നിന്നാണ് വന്ന വഴിക്ക് എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന ഒന്ന് രണ്ടുപേർ പറഞ്ഞു തന്നത്. നേരെ അവിടെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നടത്തം തുടങ്ങാം. ഇങ്ങനെ അങ്ങ് മുകളിലോട്ട് കിടക്കുകയാണ് നടക്കാൻ. എല്ലാവരും വന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത നടത്തത്തിന് വേണ്ടി ഇരിക്കുകയാണ് ഇവിടെ. ഈ വഴിയൊന്നും കഴിഞ്ഞില്ല. ഇവിടെ എല്ലാം ഐസ് കിടപ്പുണ്ട്. ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ വഴി കിടക്കുന്നു. അയ്യോ അയ്യോ, എനിക്ക് വയ്യേ. ശ്വാസം മുട്ടണ രാവിലെ മുതൽ. അങ്ങനെ നടന്ന് ഒരു ചെറിയ നിരപ്പ് പോലെ ആവുന്നു തോന്നുന്നു. അയ്യോ, ഇവിടം കഴിഞ്ഞാൽ കുറച്ച് നിരപ്പുണ്ടാവുമോ എന്നറിയില്ല. നമ്മളെ ടിക്കറ്റൊക്കെ പരിശോധിക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതായി നാംചെ ബസാറിന് മുന്നേ ഉള്ള ചെക്ക് പോസ്റ്റാണ്. അതാ കാണുന്നത്. നാംചയുടെ ഫോട്ടോയാണ്. അതാണ് ചെക്ക് പോസ്റ്റ്. നമ്മൾ നേരത്തെ എടുത്ത പാസ് ഇവിടെയാണ് കാണിക്കേണ്ടത്. നമ്മൾ അവിടെ നിന്ന് എടുത്ത 2 പാസും ഇവിടെ കാണിക്കണം. അതനുസരിച്ച് അവർ ഇവിടെ എൻട്രി ചെയ്യും. ഇത് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്പോർട്ടൊന്നും വേണ്ട, നമ്മൾ അവിടെ നിന്ന് എടുത്ത പാസ് മാത്രം.
ഇവിടത്തെ എൻട്രിങ് ഒക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഒരു നാച്ചി ബസാറിൻ്റെ ഒരു രൂപരേഖയൊക്കെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പൈപ്പിലൊരു ബുദ്ധൻ്റെ രൂപമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നേരെ അങ്ങോട്ടാണ് പോകാനുള്ളത്. നാച്ചി ബസാറ് അങ്ങ് കണ്ടു തുടങ്ങി. അതാ കാണുന്നു. നമുക്ക് അങ്ങോട്ട് നടന്ന് പോകാനുണ്ട്. ചെറിയൊരു കാഠ്മണ്ഡു പട്ടണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നാച്ചി ബസാറിൻ്റെ ഭാഗമായി ഇങ്ങനെ ഓരോ വീടുകളൊക്കെ കണ്ടു തുടങ്ങി. കാക്കയൊക്കെ ഉണ്ട്. ഇവിടെയും കാക്കയൊക്കെ ഉണ്ട്. അതാ താഴെ ഒരു കാക്ക ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ തണുപ്പ് കൂടി. വെയിലുണ്ടെങ്കിലും തണുപ്പ് കൂടി. അങ്ങനെ നാച്ചി ബസാറിലോട്ട് കയറി തുടങ്ങി. അത് കുറേ ഉണ്ട് അങ്ങ് പോയി. ആ ചുവപ്പ് കെട്ടിടത്തിൻ്റെ അതിലെയാണ് കയറി പോകാനുള്ളത്. ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകണം. കുറച്ച് നടക്കുമ്പം തന്നെ ഭയങ്കര ക്ഷീണം. ഇവിടെ ഐസ് കിടക്കണം ഇപ്പോഴും. നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു ആദ്യത്തെ വീട് ഇതാണ്. അത് കഴിഞ്ഞ് നേരെ നോക്കുമ്പോൾ രണ്ട് സൈഡും ചെറിയ വീടുകൾ. യഥാർത്ഥത്തിലുള്ള സ്ഥലം അങ്ങ് പോകണം. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള സ്ഥലം. ഇതതിൻ്റെ ഒരു തുടക്കം. നിൽക്കുകയാണ് കാര്യം പറഞ്ഞ് വിടാതെ. ചവിട്ടല്ലേ.
നമ്മൾ നേരത്തെ കണ്ടവർ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇനി ഈ വഴി ഇങ്ങനെ മുകളിലോട്ട് പോകണം. തളന്ന് നാംചി ബസാർ കയറുന്നതിന് മുമ്പേ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഫുഡ്. അപ്പോൾ മോമോസ് കഴിക്കാമെന്ന് വെച്ചു. ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. നേരത്തെ പോയവരോരത്തിന് ഇവിടുത്തെ മോമോസ് കൊള്ളാമെന്ന്. അങ്ങനെ ബാഗെല്ലാം കൊണ്ട് ഇവിടെ ഇറക്കി വെച്ചിട്ട് ബാഗെല്ലാം ഇറക്കി വെച്ച് ഒരു പ്ലേറ്റ് മോമോസ് പറഞ്ഞു. കിച്ചൺ ഇവിടെ ഇതാ പറഞ്ഞ ഒരു പ്ലേറ്റ് മോമോസ് ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ നല്ല തളർന്ന്. രാവിലെ ഒരു കട്ടൻ ചായ മാത്രമാണ് കുടിച്ചത്. ഇനി മോമോസ് കഴിച്ചിട്ട് വേണം വിശപ്പ് മാറ്റാൻ. 12 മണിയായി. നാംചിയിലെത്തിയില്ല. നാംചിക്ക് തൊട്ട് താഴെയായിട്ട് എത്തി. ഇതൊരു ചെറിയ അടുക്കളയാണ്. നാംചിയിലോട്ട് പോകാനുള്ള വഴി അതാ കാണുന്നു അങ്ങ് മുകളിൽ. അയ്യോ നടന്ന് ഇന്ന് ആദ്യമായിട്ടല്ലേ 2ാമത്തെ ദിവസം നടന്ന് മൊത്തത്തിൽ തളർന്നു. അയ്യോ നാംചി ബസാറിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ കാഠ്മണ്ഡു ആണ് ഇവിടെ. ഇത്രയും നടന്ന് കുതിരപ്പുറത്തും യാക്കിൻ്റെ പുറത്തുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇവിടെ എല്ലാത്തിനും ഭയങ്കര വിലയായിരിക്കും. അങ്ങനെ നാംചി ബസാർ ഇങ്ങനെ കാണാം. വലിയ പരുന്ത് ഇങ്ങനെ പറക്കണുണ്ട്. നല്ല വലുതാ. നേരെ വരുമ്പോൾ ഒരു ബുദ്ധ സ്തൂപമൊക്കെ കാണാം. അങ്ങനെ നമ്മൾ നടന്ന് നമ്മളങ്ങനെ നാംചി ബസാറിലെത്തി. ഇനിയാണ് എവിടെയെങ്കിലും ഒരു ചെറിയ റൂം സംഘടിപ്പിക്കണം. നമുക്കിനി ഇനി എവിടെയാണ് റൂം? ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് എല്ലാം പൂട്ടിയിട്ടിരിക്കും. എവിടെയെങ്കിലും ഒരു ചെറുത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. നമ്മൾ ഇങ്ങനെ നടക്കണം.